ഇപ്പോൾ വർഷം 1889 നമ്മുടെ ഗബ്രിയൽ ഡെഫോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി 1890 ടൈം ട്രാവൽ ചെയ്ത് ചെല്ലുന്നതെന്നുണ്ടെങ്കിലും ഈ മാനിക്സ് ആ കാലഘട്ടത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് ചെന്നപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായി. കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1889 ഇദ്ദേഹം ഇവിടെ എത്തുന്നത്. കാലിൽ വെടിയേറ്റ് ഇദ്ദേഹത്തെ ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവർ അദ്ദേഹത്തിന് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കൊടുത്തു. ഇപ്പോഴും വടിയുടെ സഹായത്തോടെ മാത്രമേ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുള്ളൂ. ആ കാലഘട്ടമല്ലേ, മെഡിക്കൽ സയൻസ് ഒക്കെ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടേ ഉള്ളൂ. ഇന്നത്തെ കൂടെ സർജറി ഒക്കെ ചെയ്ത് എളുപ്പത്തിൽ അങ്ങ് ഭേദമാക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. കുറച്ച് ദിവസം മാനിക്സിന് ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു. പലയിടങ്ങളിലായി യുദ്ധമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പല നാടുകളിൽ നിന്നും ഒരുപാട് ആളുകൾ യുദ്ധത്തിന് പങ്കെടുക്കുന്നുണ്ട്. ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തരെങ്കിലും യുദ്ധത്തിന് പങ്കെടുത്തിരിക്കണമെന്ന് നിയമമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വെച്ചാണ് സർ ജൂലിയൻ ഹാർക്കർ എന്ന പേര് ആദ്യമായി നമ്മുടെ മാനിക്സ് കാണുന്നത്. 1886 അദ്ദേഹം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സർ ജൂലിയൻ ഹാർക്കറിന്റെ അമ്മ ലേഡി അഗാത്തയുടെ ഹോസ്പിറ്റലാണിത്. ഈ പേര് കണ്ടത് മാനിക്സ് എന്ത് പറഞ്ഞെന്നോ, താനാണ് ജൂലിയൻ ഹാർക്കർ എന്ന് ഇവിടെ ഉള്ളവരോടങ്ങ് പറഞ്ഞു. 1886 അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല. അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആയിരുന്നു. തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു. ഇപ്പോഴാണ് ഇവിടെ എത്താൻ സാധിച്ചതെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഒരു കെട്ടുകഥ ഉണ്ടാക്കി അങ്ങ് പറഞ്ഞു. ഇക്കാര്യം പറഞ്ഞ ഉടനടി തന്നെ യഥാർത്ഥ ജൂലിയൻ ഹാർക്കറിന്റെ അമ്മ ലേഡി അഗാത്തയും ഹോസ്പിറ്റലിലെത്തി. സ്വന്തം അമ്മയ്ക്ക് മകനെ മനസ്സിലാവാതിരിക്കുമോ? മാനിക്സ് പറയുന്നത് മൊത്തം കള്ളമാണെന്ന് അവർക്ക് മനസ്സിലാവത്തില്ലേ? ബട്ട് ഇവിടെ മനസ്സിലാവുന്നില്ലെന്നേ. ഈ വന്നിരിക്കുന്നത് തന്റെ മകൻ തന്നെയാണെന്ന് ലേഡി അഗാത്തയ്ക്ക് തോന്നിപ്പോയി. പ്രേതങ്ങളെയും ഭൂതങ്ങളെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാവുന്ന ഈ പുള്ളിക്കാരി ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. ഒരുപക്ഷെ ഈ പുള്ളിക്കാരി ഇവിടെ അഭിനയിക്കുമായിരിക്കും. എന്തായിരിക്കും അവരുടെ റീസൺ? മന്ത്രതന്ത്രങ്ങളിലൊക്കെ അറിവുള്ള ഇവർ ഒരുപക്ഷെ ഫ്യൂച്ചർ കണ്ടിട്ടുണ്ടാവും. അതായത് തന്റെ നഷ്ടപ്പെട്ടു പോയ മകന് പകരം മറ്റൊരാൾ വരുമെന്നും ഭാവിയിൽ നിന്ന് വരുന്ന അവൻ തന്റെ കുടുംബത്തിന്റെ പ്രശസ്തി വാനോളം എത്തിക്കുമെന്നൊക്കെ ഇവർക്ക് തോന്നിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇവർക്ക് മുൻകൂട്ടി കാണാൻ സാധിച്ചിട്ടുണ്ടാവാം. ഈ ജൂലിയൻ ഹാർക്കറിനെ അഥവാ മാനിക്സിനെ വീട്ടിലെത്തിച്ചപ്പോൾ വീട്ടിലുള്ള മേലക്കാർക്കും ഇവിടെയുള്ള നായ്ക്കും പോലും ഇത് വന്നിരിക്കുന്നത് ജൂലിയൻ ഹാർക്കർ അല്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ലേഡി അഗാത്ത ഇവിടെ അഭിനയിക്കുകയാണ്. ശരിക്കും മാനിക്സ് ടൈം ട്രാവൽ ചെയ്യാനുള്ള റീസൺ എന്താണ്? അല്ലെങ്കിൽ അവൻ ലോകം ഇത്രത്തോളം കുഴപ്പത്തിലാക്കാനുള്ള റീസൺ എന്താണ്? ചെറുപ്പത്തിൽ അവൻ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടിയിട്ടില്ല, വാത്സല്യം കിട്ടിയിട്ടില്ല. മറ്റു കുട്ടികളൊക്കെ കാണുമ്പോൾ അവനും ആഗ്രഹം ഉണ്ടാവത്തില്ലേ, അങ്ങനെ ഒരു കുടുംബം വേണം, അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടണം, ഫാമിലി മാനായിട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കണമെന്നൊക്കെ. ആ ഒരു ആഗ്രഹം നടത്തിയെടുക്കാൻ വേണ്ടി അവൻ ടൈം ട്രാവൽ ചെയ്ത് ഇവിടെ വന്നു എന്ന് പറയേണ്ടി വരും. 2023 ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ 2053 ഒക്കെ ആകുമ്പോഴേക്കും ലോകം അവന്റെ കൺട്രോളിലായിട്ടുണ്ട്. അവിടെ ഗബ്രിയൽ ഡെഫോ ടൈം മെഷീൻ ഉണ്ടാക്കി. ആ ടൈം മെഷീൻ യൂസ് ചെയ്ത് 1889 അല്ലെങ്കിൽ 1890 എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു പുതിയ ജീവിതം തുടങ്ങാം. തനിക്ക് ചെറുപ്പത്തിൽ എന്തൊക്കെ നഷ്ടമായോ അതെല്ലാം ഇവിടുന്ന് നേടിയെടുക്കാമെന്ന് തീരുമാനിച്ചു. അതായത് നല്ലൊരു കുടുംബം ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന്. ശരിക്കും ഇതായിരുന്നു ഇവന്റെ മോട്ടീവ്. ഇതിനുവേണ്ടിയാണ് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന് ഇത്ര വലിയൊരു പ്ലാൻ തയ്യാറാക്കിയത്. ഇതൊരു ലൂപ്പ് ആയതുകൊണ്ടും തുടക്കവും ഒടുക്കവും ഇല്ലാത്തതുകൊണ്ടും എവിടുന്ന് എങ്ങനെയെന്ന് ചോദിക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. തുടക്കവും ഒടുക്കവും അന്വേഷിച്ച് പോയാൽ ലോജിക്കലി പ്രശ്നം വരും. ഇതൊക്കെ ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്നങ്ങ് വിചാരിച്ചേക്കണം. ഇനിയൊരു ചോദ്യം ബാക്കിയുള്ളത്, എന്തുകൊണ്ട് ലേഡി അഗാത്ത ഇവിടെ അഭിനയിക്കുന്നു? ഇവൻ തന്റെ മകനെല്ലാം അറിഞ്ഞിട്ടും ഇവനെ എന്തുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു? കാരണം ഈ വന്നിരിക്കുന്ന വ്യക്തിക്ക് തന്റെ കുടുംബത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്താൻ പറ്റുമെന്നും ഇനി മുന്നോട്ട് തന്നെയും നോക്കി ഹാർക്കർ കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഫ്യൂച്ചറിൽ ഇനി ടൈം ട്രാവൽ ചെയ്തു വന്ന ജൂലിയൻ ഹാർക്കർക്ക് അല്ലെങ്കിൽ നമ്മുടെ മാനിക്സിന് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയൊക്കെ പെർഫോം ചെയ്യും, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാമല്ലോ. സോ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് പുള്ളിയെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല. കഴിഞ്ഞ 3 വർഷമായി സ്വന്തം മകനെ നഷ്ടപ്പെട്ട വേദനയിലായിരുന്നു ലേഡി അഗാത്തയും. ഇനി അങ്ങോട്ട് തന്റെ ജൂലിയൻ ഹാർക്കറായിട്ട് ഈ മാനിക്സ് ഉണ്ടാവും. അധികം വൈകാതെ ഇവനൊരു പോലീസുകാരന്റെ മകളെ വിവാഹം ചെയ്യുമെന്നും പറയുന്നുണ്ട്. അതാരെയാണെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ പോളിയെ തന്നെ, ഹില്ലി ഹെഡിന്റെ മകളെ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവരുടെ ഈ വീട് വെറും ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഇനി ഇതൊരു കുടുംബമാകാൻ പോവുക. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ലേഡി അഗാത്തയും എല്ലാത്തിനും തലയാട്ടി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവർ വിചാരിച്ച പോലെ നടക്കുന്നു. 1890 നമ്മുടെ ഗബ്രിയൽ ഡെഫോ ആ സ്ഥലത്തേക്ക് ലോങ് ഹാർവസ്റ്റ് ലൈനിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് ചെല്ലുമെന്നറിയാവുന്ന സർ ജൂലിയൻ ഹാർക്കർ നേരത്തെ തന്നെ ലോങ് ഹാർവസ്റ്റ് ലൈനിലെത്തി അവൻ ടൈം ട്രാവൽ ചെയ്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രാവൽ ചെയ്തു വന്ന ഗബ്രിയൽ ഡെഫോയ്ക്ക് ആദ്യ കുറച്ച് നിമിഷങ്ങൾ ജീവനുണ്ടായിരുന്നു. ഗബ്രിയൽ ഡെഫോയെ ഇവിടുന്ന് തന്ത്രപരമായിട്ട് മാറ്റാനായിരുന്നു ജൂലിയൻ ഹാർക്കറിന്റെ പ്ലാനെങ്കിലും അപ്പോഴേക്കും ജേർണലിസ്റ്റ് അങ്ങോട്ട് കയറി വന്നു. ജൂലിയൻ ഹാർക്കർ അവിടെ ആ സൈഡിൽ ഒളിച്ചിരുന്നു. പിന്നെ ജേർണലിസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തു. പോലീസുകാർ വന്നു. പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കഥയുടെ തുടക്കം മുതൽ കണ്ടതാണ്. പിന്നെയും ദിവസങ്ങൾ പോകെ ഒരിക്കൽ ജൂലിയൻ ഹാർക്കർ പള്ളിയിൽ വെച്ച് നമ്മുടെ ഡിറ്റക്റ്റീവ് ഹില്ലി ഹെഡിന്റെ മകൾ പോളിയെ കണ്ടു. അവളെ അദ്ദേഹത്തിന് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു സൈഡിൽ ഡിറ്റക്റ്റീവ് ഹില്ലി ഹെഡ് ആ കേസ് അന്വേഷണവുമായിട്ട് ജേർണലിസ്റ്റൊക്കെ ആയിട്ട് അങ്ങനെയും മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെ സർ ജൂലിയൻ ഹാർക്കർ പോളിനെ മീറ്റ് ചെയ്ത് പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലുമൊക്കെ വളച്ച് ഇയാളുടെ കൺട്രോളിലാക്കി അവളെ വിവാഹം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പോളിയുടെ കഴുത്തിലിട്ടിരുന്ന ലോക്കറ്റ് ഒരു കൊച്ചു പയ്യൻ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയപ്പോൾ സർ ജൂലിയൻ ഹാർക്കർ ആ പയ്യനെ തള്ളിയിട്ട് ആ ലോക്കറ്റ് പിടിച്ചു വാങ്ങി. അങ്ങനെയാണ് ഇങ്ങനെ പോളിയുമായിട്ട് പരിചയപ്പെടുന്നത്. ഇതെല്ലാം ജൂലിയൻ ഹാർക്കറിന്റെ പ്ലാൻ തന്നെ. തുടർന്ന് പോളിയെ പിയാനോ വായിക്കാൻ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ആ പരിചയം വലുതാക്കി കൊണ്ടുവന്ന് നല്ലൊരു ബന്ധം ബിൽഡ് ചെയ്തെടുക്കുന്നു. ഇതിന് കൂടെ തന്നെ സർ ജൂലിയൻ ഹാർക്കർ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നു, ബാങ്ക് ഒക്കെ ബിൽഡ് ചെയ്യുന്നു. സമ്പന്നതയിൽ നിന്ന് അതിസമ്പന്നതയിലേക്ക് അവർ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മുതൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. 1941 വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം.
2023 ആ ബോംബ് പൊട്ടുന്ന കാര്യം, 2023 വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത മാനിക്സിനെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റിയെടുക്കണം. അതിനുവേണ്ട ഓഡിയോസ്, കാര്യങ്ങൾ, അതിന് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ഇദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഭംഗിയായി നടന്നെങ്കിൽ മാത്രമേ 2053 ലോകത്ത് അങ്ങനെ ഒരു ടൈം മെഷീൻ ഉണ്ടാവൂ. അത് ത്രൂ ഈ പുള്ളിക്കാരൻ 1890 ട്രാവൽ ചെയ്ത് വരാനും പറ്റൂ. 1890 ഹില്ലി ഹെഡ് കുറ്റമൊക്കെ ഏറ്റ് അദ്ദേഹത്തെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൾ നമ്മുടെ പോളി സർ ജൂലിയൻ ഹാർക്കറിന്റെ അടുത്ത് ചെന്ന് തന്റെ അച്ഛൻ നിരപരാധിയാണ്, അദ്ദേഹം എന്തുകൊണ്ട് ആ കുറ്റം ഏറ്റുമെന്ന് അറിയില്ല, അദ്ദേഹത്തെ സഹായിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ സഹായിക്കാനോ? ഇങ്ങേരുടെ പ്ലാൻ മറ്റൊന്നായിരുന്നു. കൊലപാതക കുറ്റം കൂടാതെ സ്വർഗാൻരാഗി എന്ന് കൂടി മുദ്രകുത്തി ഹില്ലിംഗ് ഹെഡിനെ അങ്ങ് ഇല്ലാണ്ടാക്കുക. ഹില്ലിംഗ് ഹെഡിനെ ജയിലിലേക്ക് മാറ്റുന്നതിനിടെ സർ ജൂലിയൻ ഹാർക്കർ തന്നെ അവനെ കാണാൻ വന്നു. നീ എന്തൊരു മണ്ടത്തരവാടാ കാണിച്ചേ? ഞാൻ പറഞ്ഞ പോലെ ആ ജേർണലിസ്റ്റിനെ പ്രതിയാക്കിയാൽ പോരായിരുന്നോ? എന്തായാലും നിനക്കും അവനും ഈ കാലഘട്ടത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ബന്ധം ഞാൻ വരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ ലോകത്ത് നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പുതിയ കാറ്റഗറീസും ഉണ്ട്. നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നിയമങ്ങളുമുണ്ട്. ഏതായാലും നീ ജനിച്ചത് ഈ കാലഘട്ടത്തിലായി പോയില്ലേ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്റെ മകൾ പോളിയെ ഞാൻ വിവാഹം ചെയ്യാൻ പോവാ. കേൾക്കേണ്ട ദിവസം ഹില്ലിംഗ് ഹെഡ് വളരെ ദേഷ്യത്തിൽ ഇങ്ങേർക്കെതിരെ ആക്രോശിക്കുന്നുണ്ട്. അങ്ങേരുടെ കയ്യിലും കാലിലും ഒക്കെ വിലം കിട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ ജൂലിയൻ ഹാർക്കർ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് നേരത്തെ നമ്മൾ കണ്ടൊരു മീശക്കാരനുണ്ടല്ലോ, നമ്മുടെ ഹില്ലി ഹെഡിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന മീശക്കാരൻ, അങ്ങേര് തന്നെ ഹില്ലി ഹെഡിന്റെ കഴുത്തിലൂടെ ചങ്ങലയിട്ട് മുറുക്കി അവനെ കൊന്നു കളയുന്നു. ഹില്ലി ഹെഡ് ആത്മഹത്യ ചെയ്തു എന്നാണ് ജൂലിയൻ ഹാർക്കർ പോളിയെ അറിയിക്കുന്നത്. പിന്നെ അവളെ ഇദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നെന്നും അവൾക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റു വഴിയില്ലാതെ അവൾക്കും അത് സമ്മതിക്കേണ്ടി വന്നു. അവിടുന്ന് കിട്ടിയാൽ 2053 കമാൻഡർ മാനിക്സിനെ കാണാതായതോടെ പ്രൈം മിനിസ്റ്റർ തന്നെ നേരിട്ട് വന്ന് മേപ്പിൾവുഡിന്റെ അടുത്ത് കമാൻഡർ മാനിക്സിനെ പറ്റി ചോദിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നു, പുള്ളിക്കാരൻ ടൈം ട്രാവൽ ചെയ്ത് 1890 പോയി എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ പറഞ്ഞാൽ ഇവരൊട്ട് വിശ്വസിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഇവള് തനിക്ക് അദ്ദേഹത്തെ പറ്റി യാതൊരു ഐഡിയയും ഇല്ലെന്നാണ് പറയുന്നത്. കമാൻഡർ മാനിക്സ് നേരത്തെ തന്നെ മേപ്പിൾവുഡിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ ഒക്കെ ഇവൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ ചാപ്പൽ പെരിലസിനെ പറ്റിയും അതിന്റെ ലീഡർ ഹസനെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ താൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ലെന്നാണ് മേപ്പിൾവുഡ് മറുപടി കൊടുക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പ്രൊമോഷനൊക്കെ കിട്ടി. എന്നാൽ ഇവൾ തിരികെ വീട്ടിൽ വന്ന് വളരെ വിഷമത്തോടെ കുത്തിയിരുന്ന് കരയുന്നുണ്ടേ. ചെയ്തു പോയതൊക്കെ തെറ്റായിരുന്നു, തെറ്റായിട്ടുള്ള ആളുകളെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് ഇപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത്. ഇവളുടെ വീട്ടിലുണ്ടായിരുന്നു ഗബ്രിയൽ ഡെഫോയുടെ ബാഗ്, അതിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഡയറി ഉണ്ടായിരുന്നു. ടൈം ട്രാവൽ മെഷീനെ പറ്റിയും ടൈം ട്രാവൽ ചെയ്യപ്പെട്ടു പോകാൻ സാധ്യതയുള്ള കാലഘട്ടങ്ങളെ പറ്റിയും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ, ജസ്റ്റ് ഒരു ഐഡിയ മാത്രം അതിലിങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടൈം ട്രാവൽ ചെയ്യുമ്പോൾ പാസ്റ്റിലേക്ക് മാത്രമല്ല ഫ്യൂച്ചറിലേക്കും പോകാൻ സാധിക്കുമല്ലോ. ഒരേ സമയം ഗബ്രിയൽ ഡെഫോ 4 കാലഘട്ടങ്ങളിലേക്ക് ടൈം ട്രാവൽ ചെയ്തു പോയി. അത് 4 പാസ്റ്റിലേക്കാണ് പോയത്. പാസ്റ്റിലേക്ക് പോയതേ ഇവർക്ക് അറിയുള്ളൂ. എന്നാൽ പാസ്റ്റിലേക്ക് പോയ പോലെ തന്നെ ഫ്യൂച്ചറിലേക്കും ടൈം ട്രാവൽ ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഇവൾ മനസ്സിലാക്കുന്നു. ഗബ്രിയൽ ഡെഫോ 2 ദിവസം പുറകിലേക്ക് ടൈം ട്രാവൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 2 ദിവസം മുന്നിലേക്കും അദ്ദേഹത്തിന് ടൈം ട്രാവൽ ചെയ്തു പോകാൻ സാധിക്കും. അതായത് ഇതുവരെ നമ്മൾ കണ്ടത് പ്രകാരം അദ്ദേഹത്തിന്റെ ബോഡി 4 കാലഘട്ടങ്ങളിലേക്കാണ് ടൈം ട്രാവൽ ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്ത് വരുമ്പോൾ ഇവൾക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ബോഡി 8 കാലഘട്ടങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ്. തുടർന്ന് മേപ്പിൾവുഡിന്റെ ബ്രദറിന്റെ സഹായത്തോടെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഫ്യൂച്ചറിൽ എവിടെയൊക്കെ വെച്ച് ഗബ്രിയൽ ഡെഫോയെ കാണാൻ സാധ്യതയുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ചാപ്പൽ പെരിലസിന്റെ ലീഡർ ഹസൻ ഇപ്പോൾ ഇവളുടെ ബ്രദറിന്റെ വീട്ടിലുണ്ട്. പുള്ളിക്കാരിക്ക് വെടിയേറ്റിരുന്നല്ലോ. പോലീസൊക്കെ ആ സ്ഥലത്ത് വരുന്നതിന് മുമ്പ് രഹസ്യമായി ഈ പുള്ളിക്കാരനെ ഇങ്ങോട്ട് മാറ്റിയിരുന്നു. ഇപ്പോൾ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെ ഭേദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് 4 ദിവസത്തിന് ശേഷം ഹസനും മേപ്പിൾവുഡും ലോങ് ഹാർവസ്റ്റ് ലെയിനിലെത്തി. ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്യുന്ന ഗബ്രിയൽ ഡെഫോ ഇന്ന് ഇവിടെ എത്തുമെന്ന് അവർക്കറിയാം. ടൈം ട്രാവൽ ചെയ്യപ്പെട്ടു വരുന്ന ഗബ്രിയൽ ഡെഫോയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവരൊരു പ്രത്യേക ഹെൽമെറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം മരിക്കാൻ പാടില്ല. എത്രയും വേഗം അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് അദ്ദേഹത്തെ സേഫ് ആക്കേണ്ടതുണ്ടല്ലോ. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഗബ്രിയൽ ഡെഫോ ടൈം ട്രാവൽ ചെയ്യപ്പെട്ടു വന്നു. അദ്ദേഹത്തിന്റെ തലയിൽ ഈ ഹെൽമെറ്റ് വെച്ച് പുള്ളിക്കാരനെ സേഫ് ആയിട്ട് ഇവരുടെ സ്ഥലത്തേക്ക് മാറ്റുവാണ്. വീണ്ടും 1890 വന്നാൽ സർ ജൂലിയൻ ഹാർക്കറിന്റെയും നമ്മുടെ പോളിയുടെയും വിവാഹമാണ് ഇവിടെ. യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത പോളി കല്യാണത്തിന് പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചു. അങ്ങനെ ഹാപ്പി ആയിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞുപോയി. നമ്മുടെ പോളി പ്രഗ്നന്റ് ആയി. ജൂലിയൻ ഹാർക്കറിന്റെ മകനെ അവൾ പ്രസവിച്ചു. ഇത്രയും നാളായിട്ടും പോളിക്ക് ഒരു ചെറിയ സംശയം പോലും തോന്നിയിട്ടില്ലെന്നുള്ളതാണ്. എങ്ങനെ തോന്നും? അവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കെയറും കൊടുത്ത് അവളെ അത്രമേലങ്ങ് സ്നേഹിച്ച് അഭിനയിക്കുമല്ലേ ഈ പുള്ളി. കുഞ്ഞിന് ഇവർ ഹെയ്ഡൻ ഹാർക്കർ എന്ന് പേരിട്ടു. 1941 നമ്മൾ കണ്ട കമ്മീഷണർ ഹെയ്ഡൻ തന്നെ. ഇതിനൊക്കെ ശേഷമാണ് മാനിക്സ് പോളിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. ഒരു ദിവസം ഇവരുടെ വീടിന്റെ ബേസ്മെന്റിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ചിരിക്കുന്ന ഗബ്രിയൽ ഡെഫോയുടെ ശരീരം കാണിച്ചു കൊടുത്തു. ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മെസ്സഞ്ചറാണ് ഇവൻ. ഇവന്റെ രഹസ്യങ്ങൾ ഇനി നമ്മളും കീപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പറഞ്ഞ് പോളി അങ്ങ് കൺവിൻസ് ചെയ്തെടുക്കുകയാണ്. താൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ്. ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തനിക്ക് വ്യക്തമായി അറിയാം. ഇനി അങ്ങോട്ട് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് നമ്മളാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലോകമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പോളിക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അവൾ കുഞ്ഞിനെയും എടുത്തൊരുമാതിരി വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മാനിക്സ് പിന്നാലെ ചെന്ന് പോളി അവിടെ നിൽക്ക്, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ്. എൻ്റെ പേര് ഏലിയാസ് മാനിക്സ്. നമ്മുടെ മകൻ ഹെയ്ഡൻ വളർന്നു വലുതായി കല്യാണമൊക്കെ കഴിച്ച് അവന് മക്കളുണ്ടാവും. അവൻ്റെ മക്കൾക്കും മക്കളുണ്ടാവും. അതിലൊരാൾ ഞാനായിരിക്കും പോളി. എന്നിലൂടെ എൻ്റെ തലമുറകളിലൂടെ ഞാൻ തന്നെ വീണ്ടും ജനിക്കും. ഇതൊരു ലൂപ്പാണ് പോളി. ഇതിനൊരു തുടക്കവും ഒടുക്കവും ഒന്നുമില്ല. നീ എൻ്റെ ഭാര്യയാവണം, നമുക്ക് ഹെയ്ഡൻ ജനിക്കണം, അവന് മക്കളുണ്ടാവണം, അവർക്കും മക്കളുണ്ടാവണം. ഇതെല്ലാം കൃത്യമായി പ്രോപ്പറായി നടന്നെങ്കിൽ മാത്രമേ ഞാൻ വീണ്ടും ജനിക്കൂ. ഈ ലൂപ്പ് അവസാനിക്കാതെ നിരന്തരമായി നിലനിൽക്കൂ. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് പോളി അങ്ങ് കൺവിൻസ് ചെയ്തെടുക്കുമായിരുന്നു. അവൾക്കും വേറെ വഴിയില്ലല്ലോ. ടൈം ട്രാവലിങ്ങോ ലൂപ്പോ എന്ത് വേണേലും ആയിക്കോട്ടെ, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റിയാൽ മതി. കട്ട് ചെയ്താൽ 1941 മാനിക്സ് ഇപ്പോൾ ഇവിടെ കിടപ്പിലാണ്. മാനിക്സിന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോളിയാണ്. ഫ്യൂച്ചറിൽ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള
ആയിട്ടുള്ള റെക്കോർഡിംഗ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ ഇവരുടെ പ്ലാൻ അനുസരിച്ച് എസ്തറിനെ ഇല്ലാതാക്കി അത് ത്രൂ വൈറ്റ്മാൻ ഇവിടെ വന്ന് പോളിയെയും മാനിക്സിനെയും കൊന്നുകളയും. അങ്ങനെ 2053 ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്തു വന്ന ഗബ്രിയൽ ഡെഫോയ്ക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പുള്ളിക്കാരനെ ഇവർ ഓക്കെ ആക്കി എടുക്കുന്നുണ്ട്. ഒരു കണ്ണ് പോയെങ്കിലും മറ്റ് 4 കാലഘട്ടങ്ങളിൽ സംഭവിച്ച പോലെ ഇദ്ദേഹം ഇവിടെ മരണപ്പെടുന്നില്ല. ടൈം ട്രാവൽ ചെയ്ത സമയത്ത് മേപ്പിലൂടെ ഇദ്ദേഹത്തെ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ശരീരത്തിനുള്ളിലേക്ക് പുറത്തുനിന്നൊരു വസ്തു കടന്നതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ശരീരം സ്പ്ലിറ്റ് ആയി. അങ്ങനെയാണ് പല കാലഘട്ടങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഉള്ള സയൻസ് വെച്ച് അതിനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതുവരെ സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോൾ എങ്ങനെ പാസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും? ആ വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാവാതെ അതെങ്ങനെ തടഞ്ഞു നിർത്താൻ സാധിക്കും? ആ ചോദ്യത്തിന് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഗബ്രിയൽ ഡെഫോയുടെ മറുപടി. ഇതൊരു ലൂപ്പാണ്, ഇതിങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കും, ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നത് പോസിബിൾ അല്ലത്രേ. ഇതെല്ലാം കേൾക്കുന്ന ഹസൻ മാനിക്സിന് 15 വയസ്സുള്ള ആ ഒരു സമയത്ത് 2023 അവൻ അങ്ങനെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കണമെന്നുള്ള വാശിയൊന്നുമില്ലായിരുന്നെന്നും പല കാരണങ്ങളാൽ അങ്ങനെ സംഭവിച്ചു പോയതാണെന്നും ഓൾറെഡി സംഭവിച്ച പല കാര്യങ്ങളോർത്ത് അവന് റിഗ്രറ്റ്സ് ഉണ്ടായിരുന്നെന്നും 1941 മാനിക്സ് മരിക്കുമ്പോഴും പുള്ളിക്കാരൻ അതേ റിഗ്രറ്റ്സ് ഉണ്ടായിരുന്നെന്നും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെയല്ല മാനിക്സ് ഈ എക്സ്പ്ലോഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സാഹചര്യങ്ങൾ അവനെ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചു. അവന്റെ മനസ്സിനെ മൊത്തത്തിൽ കൺഫ്യൂസ് ആക്കി അവനെ അങ്ങനെ നിർബന്ധിതനാക്കി. ഇതൊരു അവസരമായിട്ട് യൂസ് ചെയ്യാമല്ലോ. ഇവർക്ക് എങ്ങനെയെങ്കിലും മാനിക്സിനെ കൺഫ്യൂസ് ആക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഇതെല്ലാം തടഞ്ഞു നിർത്താൻ സാധിച്ചേക്കും. സോ ഇവരിൽ ആരെങ്കിലും 1890 ട്രാവൽ ചെയ്ത് മാനിക്സിനെ കൺഫ്യൂസ് ആക്കണം. നമ്മുടെ മേപ്പിലൂടെ തന്നെ ആ ജോലി ഏറ്റെടുത്തു. പുള്ളിക്കാരി 2053 നിന്നും 1890 ടൈം ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ടൈം ട്രാവൽ ചെയ്യുമ്പോൾ ആ വ്യക്തി മാത്രമല്ലേ ട്രാവൽ ചെയ്ത് വരത്തുള്ളൂ. അവരുടെ ഡ്രസ്സും അവരുടെ ശരീരത്തുള്ള എക്യുപ്മെന്റ്സും ഒന്നും വരില്ലല്ലോ. മേപ്പിലൂട്ടിന് 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും അവളെ ഹെൽപ്പ് ചെയ്തിരുന്ന ആ ഒരു ഡിവൈസ് ട്രാവൽ ചെയ്ത് വരുന്നില്ല. അതുകൊണ്ട് പുള്ളിക്കാരി 1890 ഇഴഞ്ഞു നീങ്ങേണ്ട അവസ്ഥയിൽ ഇവിടെ കിടക്കുവാണ്.